ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വേറെ എവിടെയല്ല, മസ്കറ്റിലുള്ള മത്രയിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ആക്ച്വലി വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. 4 മണിക്കൊരു ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഒന്ന് പുറത്ത് കറങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ അടുത്ത് വെറുതെ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നോർമലി ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതാണ് മത്ര പോർട്ട് എന്ന് പറയുന്നത്, തൊട്ടപ്പുറത്താണ്. വലിയൊരു ഷിപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് മത്ര സൂക്കുണ്ട്. അപ്പോൾ സൂക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് ആണെന്ന് തന്നെ പറയാം. ഈ വെള്ളത്തിലൊക്കെ നോക്കാൻ നേരത്ത് മീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതൊക്കെ കാണാമായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോയിൽ അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഇപ്പോൾ അയറ്റേൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പം പറഞ്ഞത് കുറച്ച് ഫ്രണ്ടിലോട്ട് ചെല്ലാൻ നേരത്ത് അവിടെ ഒരു നല്ലൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ചെറിയ ബ്രിഡ്ജും കാര്യങ്ങളുമൊക്കെ. അവിടെ ചെല്ലാത്ത കുറേ ആൾക്കാർ അവിടെ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന്. ആ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റോളറയിൽ ഇരിപ്പ് മതിയാക്കി എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട് ഒരാൾ. ഇത്രയും നടന്നു ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ ആ കാണുന്ന സ്ഥലം വരെ നമുക്ക് നടന്നു ചെല്ലാനായിട്ടുണ്ടാണ് സ്പോട്ടിലോട്ട് എത്തണമെങ്കിൽ. അപ്പോൾ പോകുന്ന വരിയിൽ ഇതുപോലെ മീനിൻ്റെ എന്തൊക്കെയോ പ്രതിമയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് മീനല്ല, ശരിക്കും ഡോൾഫിനാണെന്നാണ് തോന്നുന്നത്. ഇതിന് ചുറ്റും ഇതുപോലെ കുറേ മീനിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കാനൊന്നും അധികം പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കാലൊക്കെ കഴിച്ചപ്പം വീണ്ടും സുട്ട് പഴയതുപോലെ സ്റ്റോളറിലൊക്കെ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ റൗണ്ട് ചുറ്റി നമ്മൾ മത്ര ഹാർബറിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് വരുന്നത്, മത്ര ഫിഷ് മാർക്കറ്റ്. ഇവിടെ എപ്പോഴും ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വരിയോരത്തൂടെ വീണ്ടും നടന്ന് അങ്ങോട്ട് എത്തണം. ഞാൻ കരുതിയത് ഫസ്റ്റ് ആദ്യം ഈ ബ്രിഡ്ജിൽ കൂടെ പോകുന്നതെന്ന്, പക്ഷെ അതല്ല, അവരുടെ എൻട്രൻസ് ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താന്ന് തോന്നുന്നു. എനിവേ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ. അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തിയിരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു സ്ഥലത്ത്, ഈ സ്ഥലത്ത് വരാൻ നേരത്ത് ഇവിടോട്ട് എത്താൻ പറ്റുമെന്നാണ് തോന്നിയത്. എന്തായാലും ചേട്ടൻ്റെ ഫ്രണ്ടിനെ കണ്ടത് നന്നായില്ലേ ചേട്ടാ. കുറേ പൂച്ചയുണ്ട്, പക്ഷെ വരുന്ന വഴിയിൽ മുഴുവനും മീനിന്റെ നാറ്റം തന്നേ ഉള്ളൂ. അങ്ങ് ദൂരത്ത് കണ്ട കപ്പൽ ഇതാ ഇത്രയും അടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഹായ്, നല്ല രസമുണ്ട്. അങ്ങോട്ട് പോയിട്ട് വരാം. എന്നാ ഞാൻ തന്നെ പോയിട്ട് വരാനോ? ഇപ്പൊ സുട്ടുള്ളതുകൊണ്ട് ഞങ്ങള് ആയിത്തേട്ടിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ പതിയെ നടന്നു പോകാൻ ഓർത്തു. കാരണം കുഞ്ഞിനെ കൊണ്ട് അധികം പോകണ്ടെന്ന് വിചാരിക്കും. അപ്പുറത്ത് 2 സൈഡിലും വെള്ളമാണ്. ഇവിടെ അടുത്ത് ചാടിയാൽ എന്തോ ചെയ്യാൻ പറ്റും? ചാടത്തൊന്നും വരില്ല, പക്ഷെ വേണ്ട. വൗ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോർട്ടിൻ്റെ ഒത്ത നടുക്കാണ്. അങ്ങനെ സെൻട്രൽ എന്ന് തന്നെ പറയാൻ പറ്റും. ചെറിയൊരു കപ്പൽ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതും ഒരു കണക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ, എനിക്ക് എന്തോ ഇത്രയും വെള്ളത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ ഉള്ളിലൊരു പേടി പോലെ. ആ കപ്പൽ ഇത്രയും അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പുറകിൽ വേറൊരു ഷിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ദൈവമേ, ഇത് കുലുങ്ങുന്നുണ്ടോ അതോ തിരയുടെ ഇത് കാരണം എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. വൗ, ഇവിടെ കപ്പലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ തിര പോകുന്ന അനുസരിച്ചിട്ട് ഞാനും അതിനകത്ത് കുലുങ്ങുന്നു എന്നുള്ളൊരു തോന്നല എനിക്ക്. ചേട്ടാ
കേട്ടോ. ഒരുപാട് നടുക്ക് ചെല്ലാൻ നേരത്തെ വേസ്റ്റിന്റെ ഇതനുസരിച്ച് നമുക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് മദ്രാസ് സൂക്കിലോട്ടാണ്. 200 വർഷം പഴക്കമുള്ളൊരു സൂക്കാണിത്. മസ്കറ്റിൻ്റെ ഏറ്റവും വലിയ ട്രഡീഷണൽ മാർക്കറ്റാണിത്. അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ സിഗ്നലൊക്കെ ഓക്കെ ആയിട്ട് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് എത്തി. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറേ ഷോപ്പുകളാണ് എൻട്രൻസിൽ തന്നെ കാണാൻ പറ്റും. എൻട്രൻസ് ഒന്നും ഇല്ല, അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളുടെ ഒരു മഹാമേള തന്നെയാണെന്ന് പറയും. എവിടെ കയറണം എങ്ങനെ കയറണം നമ്മൾ തന്നെ അങ്ങ് ഡൗട്ടായിപ്പോവും. പിന്നെ കുറേ ആളുകൾ അതുവഴി നടക്കുന്നുണ്ട്. ബിക്കോസ് ഇത് ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് ടൂറിസ്റ്റ് സ്പോട്ടോടാണ് മസ്കറ്റിൻ്റെ തന്നെ ഈ മത്ര പോർട്ടും ഈ മദ്രാസ് സൂക്കും ഒക്കെ. അതുകൊണ്ട് തന്നെ കുറേ ആളുകളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ ആളുകളൊക്കെ കുറവാണ്. പക്ഷേ യൂഷ്വലി ഇങ്ങനെയൊന്നും നമുക്ക് ഇതിൽ നടക്കാൻ പറ്റത്തില്ല. അതുപോലെ തിക്കും തിരക്കുമാണ് ഇതുവഴിയൊക്കെ നടക്കുന്ന സമയങ്ങളിൽ. പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ വാങ്ങിച്ചൊന്നുമില്ല. ഇതുവരെ ഇങ്ങനെ നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഇതൊക്കെയുള്ളൂ. ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് പണ്ടത്തെ ഒരു സ്റ്റൈലിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്, ട്രഡീഷണൽ രീതിയിൽ. ഇവിടെ ഫുൾ ഒരു റൗണ്ട് പോലെ ഇവിടുന്ന് അങ്ങോട്ട് ഷോപ്പുകൾ ഇങ്ങനെ പലതായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇതുവരെ നടക്കുമ്പോൾ ഇങ്ങനെ ചേട്ടനോട് പറയുന്നത് നമുക്ക് എത്ര കടകളുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താവുന്നൊക്കെ. പിന്നെ എനിക്ക് പ്രാന്താന്ന് പറഞ്ഞ് ചേട്ടൻ ആ വഴി ഓടി രക്ഷപ്പെട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇങ്ങനത്തെ കുറേ ആൻറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എന്താ ഇതുവഴി നടന്ന് 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 അപ്പോൾ ഞാൻ ക്യാമറയൊക്കെ ഇങ്ങനെ താഴ്ത്തി പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവർ കണ്ട അവർക്കതൊരു ബുദ്ധിമുട്ടാവുമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ കുറേയൊക്കെ ക്യാമറ ഇങ്ങനെ ചരിച്ച് ബെൻഡാക്കുന്നതും ചിലപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു വീഡിയോ ഫുള്ള് കിട്ടാത്തതൊക്കെ കുറേ അതുകൊണ്ടാണ്. യൂഷ്വലി GCCയിലുള്ള എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയായിരിക്കുമല്ലോ. അങ്ങനെ മത്ര കണ്ടു, സൂക്ക് കണ്ടു. ശരിക്കും ഇതിൻ്റെ പുറത്തും കുറേ കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ഈവനിങ് എന്ന് പറയാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.